നമ്മൾ പ്രാർത്ഥന എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. നമുക്ക് ഈ വിഷയം പഠിക്കാം. അതിനുവേണ്ടി പ്രാരംഭമായി ഒരാൾ മൈക്കിൽ ശബ്ദമുയർത്തി ഒരു വാക്യം വായിക്കാമെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം ഒരാൾ മൈക്കിൽ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. ഒരു മൈക്ക് കൊടുത്തേ. ആമേൻ. ഓക്കെ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാമത്തെ. അവർ அதிகாலையில் இருட்டோடு எழுந்து புறப்பட்டு வனாந்திரமான ஓரிடத்திற்கு போய் அங்கே ஜெபம் பண்ணினார். ഓക്കെ, മതി. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന എന്ന വിഷയമാണ് നമ്മൾ പഠിക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. കർത്താവായ യേശുവിൻ്റെ പ്രാർത്ഥനകളെ നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതികാലയിൽ ഇരുട്ടോടെ യേശു എഴുന്നേറ്റ് പുറപ്പെട്ട് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതികാല ഇരുട്ടോടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കുന്നു ഒരു ഏകദേശം ഒരു 5 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ്. നമ്മുടെ നാട്ടിലെ രീതി വെച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിരാവിലെയുമാണ്, അല്പം ഇരുട്ടുമുണ്ടാകും. ഈ സമയങ്ങളിലാണ് പല സ്ഥലങ്ങളിലും ബാങ്ക് വിളിക്കുന്നത്, പൂവൻ കോഴി അഥവാ ചാവൽ കൂവുന്നത്, പല സ്ഥലങ്ങളിലും റെക്കോർഡുകളൊക്കെ അതികാലയിൽ സ്തുതിഗീതങ്ങളായി പലയിടങ്ങളിലൊക്കെ ഇടാറുണ്ട്. ഇപ്പൊ വചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അതിനെല്ലാം മുമ്പേ യേശു എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. കരമേർത്തെ കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഒരു ദിവസത്തിന്റെ ആരംഭം പ്രാർത്ഥനയിലൂടെയായിരുന്നു കർത്താവ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഈ ഭാഗം നിങ്ങളോട് പറയുമ്പോൾ എൻ്റെ കുഞ്ഞു കാലത്തേക്ക് എൻ്റെ ഓർമ്മ പോവുകയാണ്. ആ കാലത്ത് ഞങ്ങൾ യാക്കോബായ സഭയിൽ, ഞാനൊരു യാക്കോബായ സഭയിലാണ് ജനിച്ചു വളർന്നത്. എന്ന് വെച്ചാൽ RCയുടെയൊക്കെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. RC അല്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതിന് അതുപോലെ ഒരു സഭയാണത്. അപ്പൊ ദൈവമക്കളെ, ആ ഒരു കൂട്ടായ്മയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെയൊക്കെ ദേശത്ത് ചില സഹോദരങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു മത്തായി സഹോദരൻ, ഒരു ജോർജ് ബ്രദറിന്റെ വീടൊക്കെ ഉണ്ട്. എന്നും രാവിലെ 5 മണിയാകുമ്പോൾ ഇവർ എഴുന്നേറ്റ് പാട്ടുപാടുകയും കൈയടിക്കുകയും ചെയ്യുന്ന ശബ്ദം കേൾക്കുമ്പോൾ അടുത്തുള്ള നാട്ടുകാർക്കറിയാം രാവിലെ 5 മണിയായി. കാരണം 5 മണിക്ക് മത്തായി ബ്രദർ എഴുന്നേറ്റ് അല്ലെങ്കിൽ ജോർജ് ബ്രദർ എഴുന്നേറ്റ് കൈയടിച്ച് പാട്ട് പാടും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, രക്ഷിക്കപ്പെട്ട വീടുകളിൽ നിന്ന് രാവിലെ കയ്യടിയുടെയും പ്രാർത്ഥനയുടെയും ശബ്ദം കേൾക്കുമ്പോൾ അത് പക്കത്തുള്ള വീടുകൾക്ക് അലാറമായിരുന്നൊരു കാലമുണ്ട്. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇപ്പോ ഇല്ല എന്ന് ഞാൻ തീർത്തൊന്നും പറയുന്നില്ല. അനേക വീടുകളിൽ ഇപ്പോഴും രാവിലെ പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. എന്നാലും കാലഘട്ടം കമ്പ്യൂട്ടർ യുഗത്തിലേക്കൊക്കെ വഴിമാറിയത് കൊണ്ട്, സ്തോത്രം, ഇപ്പൊ അതിനു മേലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കൊക്കെ എത്തിയത് കൊണ്ട് പ്രാർത്ഥനകളും അതുപോലെയൊക്കെ AI ആണോ നിയന്ത്രിക്കുന്നത് എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. സ്തോത്രം. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പാടി പ്രാർത്ഥിച്ചവരുടെ കുടുംബവും തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടു കേട്ടോ. എൻ്റെ ഒരു വല്യപ്പച്ചൻ്റെ വീട്ടില് ഞാനൊരു 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം പാലക്കാട് ജില്ലയിലാ കടന്നു പോകാറുണ്ട്. അവര് രക്ഷിക്കപ്പെട്ടവരാ. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അപ്പച്ചൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് ഹാളിൽ വന്ന് പായിട്ടിരുന്നിട്ട് നീട്ടിയൊരു വിളിയുണ്ട്. അപ്പച്ചന് 3 മക്കളാ. അപ്പൊ നീട്ടി വിളിക്കും, മോനെ റജി, മോളെ വിജി, സിജി എന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുമ്പോ 3 മുറിക്കകത്തൊന്നും പിള്ളേര് പെട്ടെന്ന് എഴുന്നേറ്റ് മുഖവും കഴുകി വന്ന് പായിലിരിക്കും. അമ്മച്ചിയും വരും. എന്നിട്ട് അവര് പാട്ട് പാടും. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ പാട്ടൊന്നും ഇല്ലാതിരുന്നുകൊണ്ട്, സ്തോത്രം, രാത്രി മാത്രം ഇങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് വെച്ച് കുരിശു വരച്ച് കിടക്കും. അല്ലാണ്ട് രാവിലെ പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ അപ്പച്ചൻ്റെ വീട്ടിൽ വെക്കേഷനിൽ നിൽക്കാൻ പോകുമ്പോഴാണ് ഇത് കാണുന്നത്. അപ്പൊ അപ്പച്ചൻ ഇങ്ങനെ നീട്ടി വിളിക്കുമ്പോ ഈ പിള്ളേരെല്ലാം വന്ന് പായിലിരുന്നേച്ച് ഇതുങ്ങൾ പാടും. പണ്ട് കാലത്തെ ആ പാട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു പാട്ടുണ്ട്, മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നീതാ പാടുന്നു ഗീതങ്ങൾ,
മനമേ നീയുമുണർന്നീട്ടേശു പാരനെ പാടി സ്തുതിക്കാം. ഈ പാട്ടൊക്കെ പാടും. ആ കാലത്താണ് ഞാൻ വേറൊരു പാട്ട് കേൾക്കുന്നത്, അത് നിങ്ങൾക്കറിയാമായിരിക്കാം. ആമേൻ, സ്തോത്രം. വന്ദനമേശു പാര നീനക്കെന്നും വന്ദനം യേശു പാര, വന്ദനം ചെയ്യുന്നു നിന്നാടിയാർത്തീരു. എനിക്കൊന്നു തമിഴിലും ഉണ്ടെന്നോണം അതല്ലേ. സ്തോത്തിരമേശു സ്തോത്രം ചെയ്യേരോ നിന്നടിയാത്തീരു നാമത്തിനാദരവിൽ. എന്ത് നല്ല വരികളല്ലേ. സ്തോത്രം. അതിരാവിലെ എഴുന്നേറ്റ് ഈ വാട്സപ്പ് ഞോണ്ടുകയും ഫേസ്ബുക്ക് മാന്തുകയും ചെയ്യുന്നതിനേക്കാൾ ഇതൊക്കെ പാടി എഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാതിരിക്കാൻ കഴിയൂ? കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുക്കാം. എൻ്റെ പ്രിയരെ, വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ പാടിയും പ്രാർത്ഥിച്ചും എഴുന്നേറ്റ ആ ചേച്ചിമാരുടെയും ചേട്ടൻ്റെയും ഒക്കെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി കണ്ടു കേട്ടോ. സ്തോത്രം. എന്നാൽ പാട്ടും പ്രാർത്ഥനയൊന്നും ഇല്ലാതിരുന്ന ഞങ്ങളുടെയൊക്കെ ജീവിതം തകർന്നു പോയി. പിന്നീട് പല വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിലും നന്മകൾ ഉണ്ടാകാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് അറിയിക്കട്ടെ, ഒരു ദിവസം ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കണം. അത് യേശു നമ്മളെ പഠിപ്പിച്ചതാ. മനസ്സിലാകുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. ഒരിക്കൽ കൂടെ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം ഒന്നുകൂടെ ശബ്ദം ഉയർത്തി വായിച്ചുകൊള്ളൂ. അവർ அதிகாலையில் இருட்டோടെ எழுந்து புறப்பட்டு வனாந்திரமான ஓரிடத்திற்கு போய் அங்கே ஜெபம் பண்ணினார். അപ്പൊ അതികാലയിൽ കർത്താവ് പ്രാർത്ഥിക്കും. ഞാൻ ഇന്ന് ഈ പ്രാരംഭ ദിവസമായതുകൊണ്ട് എൻ്റെ ഒരു കൊച്ചു ടെസ്റ്റിമണി കൂടെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വിഷയം പഠിക്കാൻ തുടങ്ങുക. യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ പലരുടെയും ചോദ്യങ്ങൾക്കൊരു മറുപടി ആയിരിക്കും. ചേർന്ന് ഹല്ലേലൂയ. ഓക്കെ, പ്രിയപ്പെട്ടവരെ, 2003 ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. 2010-ാം ആണ്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. മോനെ, ഇതുവരെ നീ ട്രെയിനിങ്ങിന്റെ കാലത്തിലായിരുന്നു. ആദ്യകാലങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു, ഇതുപോലെ സ്പീക്കർ കെട്ടുക, ഇതുപോലെ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, കീബോർഡ് വായിച്ച് വർഷിപ്പ് ചെയ്തൊരു 8-10 വർഷങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിലെ കാര്യമായിട്ടോ പറയുന്നത്. ദൈവദാസന്മാരുടെ തുണി കഴുകി കൊടുക്കുക, ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക, കഞ്ഞി വെക്കുക, ഇങ്ങനെ കൺവെൻഷന്റെ പോസ്റ്ററുകൾ കൊട്ടിച്ച് നടക്കുക, ട്രാക്റ്റുകൾ കൊടുക്കുക, അതൊക്കെയായിരുന്നു ആദ്യകാലത്തെ വേലകൾ. അങ്ങനെ ഒരു 2010 ആയപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇനി നിന്നെ ഭൂമിയുടെ അറ്റം വരെയും എൻ്റെ നാമത്തിന് സാക്ഷിയായി അയക്കാനുള്ള സമയം തുടങ്ങുകയാണ്. സ്തോത്രം. നീ എന്നും രാവിലെ കുറെ സമയം ആത്മാവിൽ പ്രാർത്ഥിച്ച് എൻ്റെ പാദപീഠ ഇരിക്കണമെന്ന് ദൈവം ശക്തമായി ഇടപെടുകയാണ്. അപ്പൊ ഞാൻ 2010 എൻ്റെ സ്വദേശം അത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് എൻ്റെ വേലയ്ക്ക് പോയ സമയമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു പഴയ വീടായിരുന്നു ദൈവമക്കളെ. തകർന്ന് തരിപ്പണമായി, എന്താ പറയുക, ഈ മഴയൊക്കെ പെയ്ത വെള്ളമെല്ലാം വീടിനകത്ത് വീഴും. എൻ്റെ പപ്പ ആ കാലത്ത് ഭയങ്കര കുടിയനായിരുന്നു. സ്തോത്രം. അപ്പൊ ദൈവം ഇങ്ങനെ ഇടപെട്ടപ്പോൾ രാവിലെ ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് വീടിനോട് ചേർന്നൊരു മുറിക്കകത്ത് പായിട്ട് അന്യഭാഷകളിൽ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി. കാരണം കർത്താവ് പറഞ്ഞല്ലോ രാവിലെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ അന്യഭാഷകളിൽ ഇങ്ങനെ ഇരുന്ന് ആരാധിക്കുകയാണ്. അപ്പൊ കുടിയനായിരുന്ന എൻ്റെ പപ്പ കുടിച്ചേച്ച്, സ്തോത്രം, നേരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ അടുക്കൽ വരും. എന്നിട്ട് എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും, എൻ്റെ മുഖത്ത് അടിക്കും. സ്തോത്രം. എൻ്റെ ഷർട്ടിന്റെ കോളറെ പിടിച്ച് വലിക്കും. ഇങ്ങനെ ശല്യം ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, അവിടുന്നല്ലേ പറഞ്ഞത് ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ കാലമായി, രാവിലെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൻ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുക, എങ്ങനെയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്, എനിക്ക് വേറൊരു ഇടമില്ല എന്ന് സങ്കടപ്പെട്ടു. അന്നൊരു ഉച്ച കഴിഞ്ഞ സമയം റേഷൻ കടയിലേക്ക് പോവുകയാണ് അരി മേടിക്കാനായിട്ട് ഞാൻ. അപ്പൊ റേഷൻ കടയുടെ അടുക്കൽ ഒരു ചെറിയാൻ എന്ന് പറയുന്ന സഹോദരന്റെ TV ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു കടയുണ്ട്.
ഈ ചെറിയ ബ്രദർ എന്നെ കണ്ടപ്പോ കൈ കൊട്ടി വിളിച്ചു, ആമേൻ, ദൈവദാസനെ ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ ചെന്നപ്പോ അദ്ദേഹം പറയുവാ, അതെ നിങ്ങളൊരു സുവിശേഷകനല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, അതെ. നാട്ടിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. ദൈവദാസനെ, ഞാൻ എൻ്റെ വീടിനോട് ചേർന്നൊരു മുറി പണിതിട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. പക്ഷെ ആരും ഇല്ല കൂടെ പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ വരുവോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞുപോയി. കാരണം അന്ന് രാവിലെയാണ് വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൻ അപ്പൻ എന്നെ അടിക്കാൻ തുപ്പൊക്കെ ചെയ്ത്. എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും ദൈവമേ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് ഇതൊന്നും അറിയാതെ ഒരു സഹോദരൻ ഇങ്ങോട്ട് പറയുക, പ്രാർത്ഥിക്കാനായി മുറി തന്നെ പണിതിട്ടിരിക്കുക, വാ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ എന്നും രാവിലെ 4 മണിക്ക് ഞാൻ എഴുന്നേക്കും. എൻ്റെ വീട്ടിൽ നിന്ന് 2.5 കിലോമീറ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. ഞാൻ സ്തോത്രം ഈ ചെറിയ സഹോദരൻ്റെ വീട്ടിൽ ചെല്ലും. വെളുപ്പിനെ 4 മണിക്ക് അവിടെ എത്തി മുഴങ്കാൽ മടക്കി കരമടിച്ച് അന്യഭാഷകളിൽ ഇരുന്ന് ആരാധിക്കും. 5 മണി വരെ അങ്ങനെ ആരാധിക്കും. 5 മണി മുതൽ 5:30 വരെ ദേശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. 5:30 മുതൽ 6 മണി വരെ ബൈബിൾ വായിക്കും. ഇങ്ങനെ ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരും. ഒരു 6 വർഷം കഴിഞ്ഞപ്പോ സ്തോത്രം, അവൻ കുടിയനായിരുന്ന എൻ്റെ അപ്പനെ ദൈവം തൊടാൻ തുടങ്ങി. കരമേർത്തി ഹല്ലേലൂയ പറ. കുറച്ച് നാളുകൾ അദ്ദേഹത്തിന്റെ ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബലം തന്നപ്പോൾ അപ്പൻ അടിച്ചാലും തുപ്പിയാലും വീട്ടിനകത്ത് തന്നെയും കുറേ സമയം ഞാൻ എന്നും പിന്നീട് ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി. 2016 ആണ്ടിൽ എൻ്റെ പപ്പയെ ദൈവം സ്പർശിക്കുകയും പപ്പയ്ക്ക് ദൈവം മാനസാന്തരം കൊടുക്കുകയും, പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ സ്തോത്രം, കുടിയനായിരുന്ന അപ്പൻ ഒരു ദിവസം രാവിലെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു സൺഡേയില് ഞാൻ ചർച്ചിൽ പോകാനായിട്ട് റെഡിയായി മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ പപ്പയും കുളിച്ചൊരുങ്ങി സിറ്റ് ഔട്ടിൽ വന്നിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, കുടിക്കാൻ പോവാണോ രാവിലെ? അപ്പോൾ എൻ്റെ കയ്യെ കയറി പിടിച്ചുകൊണ്ട് പപ്പ പറഞ്ഞു, മോനെ, ഇന്നു മുതൽ നിന്റെ കൂടെ ഞാനും പ്രാർത്ഥനയ്ക്ക് വരിക. സ്തോത്രം. ഞാൻ ഞെട്ടിപ്പോയി, അപ്പൻ തന്നെയാണോ ഈ പറയുന്നതെന്ന് ഓർത്തിട്ട്. സ്തോത്രം. എന്തായാലും കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ പപ്പ ആരാധനയ്ക്ക് വരുവാൻ തുടങ്ങി. എനിക്കൊന്നൊരു 1.5-2 കൊല്ലം കഴിഞ്ഞപ്പോൾ പപ്പ തന്നെ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, ഇച്ചിരി നാളൂടെ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് പെടാം. അപ്പം എനിക്കൊരു ചെറിയ സംശയമുണ്ട്, ഉറച്ച് നിൽക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പം അതുകൊണ്ട് പറഞ്ഞതാ. ഉടനെ പപ്പ പറഞ്ഞു, എടാ, ഞാൻ ഇന്ന് മരിച്ചാൽ നരകത്തിൽ പോവും, പിന്നെ നീ സമാധാനം പറയുമോ? അപ്പം എനിക്ക് മനസ്സിലായി പപ്പയ്ക്ക് മാനസാന്തരം ഉണ്ടായിട്ടായി പറയുന്നത്. കരമുയർത്തി ഹല്ലേലൂയ. എന്തായാലും ദൈവകുഞ്ഞുങ്ങളെ, എനിക്ക് സ്നാനപ്പെടണമെന്ന് പപ്പ ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ പപ്പയെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. ഞാനിപ്പോഴും ഓർക്കുന്ന 20 വർഷത്തോളം അപ്പൻ വലിയ കുടിയും സ്തോത്രം, ആമൻ, ആ മദ്യത്തിന്റെ അടിമത്വത്തിൽ കിടന്ന് പുളഞ്ഞ മനുഷ്യനാ. വീട്ടിൽ ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പപ്പ രക്ഷിക്കപ്പെട്ടിട്ട് അവസാന ആ നാളുകൾ, ആമേൻ, മമ്മിയോടും ഞങ്ങളോടും കൂടെ എത്ര സ്നേഹത്തോടെയാണ് അപ്പൻ ഇടപെട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്ന് അതിരാവിലെ പ്രാർത്ഥന ഞങ്ങളുടെ ഭവനങ്ങളിൽ ആരംഭിച്ചോ, ഞങ്ങളുടെ കുടുംബത്തിൽ പറകൂടിയിരുന്ന പൈശാചിക ശക്തി ദൈവത്തിന്റെ ആത്മാവ് പിഴുതെറിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ദേശത്തോട് ഞാൻ പറയുക, ഒരു ദിവസം ഉണരുമ്പോൾ നിന്റെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ ഉണർന്നുക. ഇരുട്ടുകളെ ദൈവം പുറത്താക്കും. പ്രത്യാശയുള്ളവർ കരമടിച്ച ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിരാവിലെ പ്രാർത്ഥിക്കണം. ഇത് യൗവനക്കാരായ എൻ്റെ മക്കളോടും ഞാൻ ചലഞ്ച് ചെയ്ത് പറയുക. സ്തോത്രം. നമുക്കെന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം മൊബൈൽ എടുക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ മുഖം നോക്കാം. ഹല്ലേലൂയ. തിരുവചനം ധ്യാനിക്കാം. അത് നമുക്കൊരു അനുഗ്രഹമായിരിക്കും. ഇനി 2010 പ്രാർത്ഥന തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ ശുശ്രൂഷകളും ആരംഭിച്ചു. അതിനുശേഷം ഇന്ന് വരെയും കൃപയാൽ ഞാൻ ഇരുന്നിട്ടില്ല. ആമേൻ. എപ്പോഴും കൺവെൻഷൻ ഒന്നും അല്ലെങ്കിൽ കൂടെയും ദൈവമക്കളെ, ഒന്നെങ്കിൽ ഒരു 10 പേരുള്ള ഒരു ചർച്ചാണെങ്കിൽ പോലും ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത വിധത്തിൽ അന്ന് മുതൽ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞപ്പോൾ സ്തോത്രം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒരു ദിവസം രാവിലെ പ്രാർത്ഥനയോടെ തുടങ്ങൂ. അത് യേശു കാണിച്ചു തന്ന മാതൃകയാണ്. യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ 2ാമത്തെ പ്രത്യേകത, ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 6-ാം അധ്യായം 12-ാമത്തെ വാക്യം. അന്നാட்களிலே അവർ ஜெபம் பண்ணும்படி ஒரு மலையின் மேல் ஏறி ராவு முழுதும் தேவனை நோக்கி ஜெபம் பண்ணி கொண்டிருந்தார். ഓക്കേ, ഹല്ലേലൂയ. ആ നാളുകളിൽ പ്രാർത്ഥിക്കേണ്ടതിന് യേശു ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. അപ്പൊ നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അടുത്തൊരു കാര്യം, യേശു മുഴുവൻ രാത്രിയും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിൽ പലരും മലകളിലൊക്കെ പോകുന്ന എന്തിനാ?
ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടാനൊക്കെ ഇപ്പോഴത്തെ തലമുറകളൊക്കെ കൂടുതൽ മലകളിലൊക്കെ പോകുന്നു. പിന്നെ ചിലർക്ക് കൃഷിയും തോട്ടമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെയുള്ളവർ ആ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി മലകളിൽ പോകാറുണ്ട്. എന്നാൽ യേശു മലയിന്മേൽ ഏറിയത് പ്രാർത്ഥിക്കാനായിരുന്നു. അതൊരു മണിക്കൂർ 2 മണിക്കൂറല്ല, മുഴുവനും രാത്രിയിലും ഹോൾ നൈറ്റ് ഹി പ്രേയ്ഡ്. രാത്രിയും യേശു പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ വാക്യം ഒന്ന് വായിച്ചേ. அந்நாட்களிலே அவர் ஜெபம் பண்ணும்படி ஒரு மலையின் மேல் ஏறி முழுதும் தேவனை நோக்கி ஜெபம் பண்ணி கொண்டிருந்தார். അപ്പൊ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ കർത്താവ് രാത്രിയും പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, തമിഴ്നാട് നെയ്യൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭ 2 മിഷണറിമാരെ ബീഹാറിലേക്ക് അയച്ചു. അവരവിടെ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഏകദേശം 500-ലധികം പേര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അവിടുത്തെ ഊര് തലൈവർ ഇവർ മത പരിവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞ് 2 ഗുണ്ടകളെ വാടകയ്ക്കെടുത്ത് കൊന്നുകളയാൻ പറഞ്ഞ് അയച്ചു. അർദ്ധരാത്രിയിൽ ഈ ചെറുപ്പക്കാരി സഹോദരിമാരെ കൊന്നൊടുക്കുവാൻ ഇവരുടെ വീടിനോടടുത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച, വെള്ള വസ്ത്രം ധരിച്ച് കയ്യിൽ ആയുധമേന്തി അതിശക്തന്മാരായ ചില മനുഷ്യർ ഈ സഹോദരിമാരുടെ വീടിന് ചുറ്റിലും നടക്കുന്നത് കാണുകയാണ്. ഇവർ ഭയന്ന് തിരിച്ചുപോയി രാത്രിയിൽ ഊര് മൂപ്പനോട് കാര്യം പറഞ്ഞു. മൂപ്പനും വേറെ ചില ആളുകളും ചേർന്ന് ഈ സഹോദരിമാരുടെ വീട്ടിൽ ആ രാത്രി വീണ്ടും എത്തിയപ്പോൾ അവർ കണ്ടു. അവർ എണ്ണി നോക്കി, 24 പേരുണ്ടായിരുന്നു. വെള്ളവസ്ത്രധാരികൾ, കയ്യിൽ മിന്നുന്ന ആയുധങ്ങൾ പിടിച്ചുകൊണ്ട് അവർ ഈ സഹോദരിമാരുടെ വീടിന് ചുറ്റിലും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ ഊര് മൂപ്പൻ പറഞ്ഞു, ഈ സഹോദരിമാര് നിസാരക്കാരല്ല, ഇവരെ സെക്യൂരിറ്റി വെച്ചാ കിടന്നുറങ്ങുന്നേ, അവര് ശക്തന്മാരെ, ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയി അവര് നമ്മളെ തീർത്ത് വിടും, തിരിച്ചു പോവാ എന്ന് പറഞ്ഞേച്ച് തിരിച്ചു പോന്നു. സ്തോത്രം. രാവിലെ എല്ലാം എന്ന് പറഞ്ഞു. അതിരാവിലെ എഴുന്നേറ്റ് ഈ മൂപ്പനും സംഘവും സഹോദരിമാരുടെ വീട്ടിൽ വന്നേച്ച് ചോദിച്ചു, ഇന്നലെ നിങ്ങൾ കാവലാക്കിയ 24 ആളുകൾ ഇവിടെ? അപ്പൊ സഹോദരിമാര് വാ വിളിക്കുക, ഇവരെന്താ ഈ പറയുന്നത്? ഞങ്ങൾ കാവലാക്കിയെന്നോ? സ്തോത്രം. ഞങ്ങൾ ആരെയും കാവലാക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഇവര് പറയും, ഞങ്ങൾ കണ്ടു, എണ്ണി നോക്കി, 24 വെള്ളവസ്ത്രധാരികൾ കയ്യിൽ ആയുധമേന്തി അവര് നിങ്ങളുടെ വീടിന് ചുറ്റിലും നടക്കുകയായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ആരെയും കാവലാക്കിയിട്ടില്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ, സങ്കീർത്തന പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വചനമുണ്ട്, യഹോവ തന്റെ ഭക്തന്മാരുടെ ചുറ്റിലും ദൂതന്മാരെ പാളയമിറക്കി വിടുവിക്കും. ഇവർ ഈ സംഭവം നെയ്യൂർ സഭയിലേക്ക് വിളിച്ചു പറഞ്ഞു. ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോ നെയ്യൂര് ചർച്ചുകാർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാ, കർത്താവിന്റെ ദാസിമാരെ, ഇന്നലെ രാത്രി ദൈവം ഞങ്ങൾക്കൊരു നിയോഗം തന്നിരുന്നു. ബീഹാറിൽ ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി മുഴുരാത്രി പ്രാർത്ഥിക്കണമെന്ന്. ഇന്നലെ രാത്രി ഞങ്ങൾ സഭയിൽ മുഴുരാത്രി പ്രാർത്ഥന നടത്തിയിരുന്നു. ഇന്നലെ രാത്രി നിങ്ങൾക്ക് വേണ്ടി മുഴുരാത്രി പ്രാർത്ഥിക്കാൻ സഭയിൽ മുട്ടുകുത്തിയത് കൃത്യം 24 പേരായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 24 ദൈവകുഞ്ഞുങ്ങൾ നെയ്യൂരിനകത്ത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ബീഹാറിൽ കൊല ചെയ്യാൻ വന്നവർ കാണുകയാ, 24 ആയുധധാരികൾ അവരുടെ വീടിന് ചുറ്റിലും നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ചില രാത്രികൾ പ്രാർത്ഥിക്കാൻ നീ മുട്ടുകുത്ത്, നിനക്കിറങ്ങാൻ കഴിയാത്തിടത്ത് ദൈവം ഇറങ്ങി വരും. പ്രത്യാശയുള്ളവർ കരമടിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ദൈവമക്കളെ, നമുക്കിറങ്ങാൻ കഴിയാത്തിടത്ത് തമ്പുരാൻ ഇറങ്ങും. പക്ഷേ ചില രാത്രികൾ അവന്റെ പാദപീഠ ഇരിപ്പാൻ നിങ്ങൾ മാറ്റിവെക്കുമോ? കരവിശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന മുഴുരാത്രി. ഞാന് എന്താ പറയുക, ഈ ദേശത്തൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഒത്തിരി കാലങ്ങളായി. 2004 ഡിസംബർ മാസത്തിലാ ആദ്യമായി ഞാൻ ഇവിടെ വരുന്നത്. 21 വർഷങ്ങൾക്ക് മുമ്പാ. അന്നിവിടെ കുലശേഖരം അരശുമൂട് അസംബ്ലീസ് ഓഫ് ഗോഡിലാണ് ആദ്യമായിട്ട് വന്നത്. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അന്ന് എനിക്ക് 16 വയസ്സാ. ഞാൻ ആദ്യമായി സാക്ഷ്യം പറഞ്ഞൊരു സഭ അതാ. സ്തോത്രം. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്തോത്രം, എനിക്ക് തോന്നുന്നു 4 കൊറോണയുടെ ആ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചർച്ചകളൊക്കെ ആരാധന തുടങ്ങിയ സമയമാണ്. ഇവിടെ മംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കുലശേഖര അപ്പുറത്ത് ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ 2-3 സഹോദരന്മാര്
എന്നെ കാണുവാനായിട്ട് ഓടി വന്നു. പ്രാർത്ഥനയ്ക്ക് വന്നതാ അവര്, കുടുംബമായിട്ട് വന്നു. അവരത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഇവിടെ മാത്തൂര് തൊട്ടിപ്പാലമുണ്ട്, അതിനപ്പുറത്ത് ഒരു പാറയുണ്ട്, സ്തോത്രം, അതിനകത്ത് കയറി ഞങ്ങൾ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സ്തോത്രം. രാത്രി ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ ഒരു 3-4 സഹോദരന്മാര് ഒരു ഫ്ലാസ്കിനകത്ത് കട്ടൻ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് പോയി ആ പാറയ്ക്കകത്ത് പോയിരുന്ന് ഞങ്ങൾ ഉച്ചത്തിൽ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു ശല്യമില്ല ആർക്കും. ഞങ്ങളും ഒരു ശല്യമല്ല. രാത്രി 2 മണി വരെ, ചിലപ്പോൾ 3 മണി വരെയൊക്കെ ഞങ്ങൾ ഇരിക്കാറുണ്ട്. പാസ്റ്റർക്ക് സമയമുള്ളപ്പോൾ വരണേ, നമുക്ക് ഇരിക്കാം. ഞാൻ പറഞ്ഞു, എന്ത് നല്ല കാര്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്നേ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് 4 കൊല്ലം ഒരു ടെന്റിനകത്ത്, ഇതുപോലെ ഒരു ടെന്റിനകത്ത് രാവും പകലും ഞങ്ങൾ ടീമായി കുറെ സഹോദരന്മാർ ഒന്നിച്ച് പാടി പ്രാർത്ഥിച്ചതിന്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറയും. അപ്പൊ ഞാൻ ആ സഹോദരന്മാരോട് പറഞ്ഞു, നല്ല കാര്യ, സ്തോത്രം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ബ്രൈറ്റ് ബ്രദർ ഉണ്ട്, അദ്ദേഹം ഡ്രൈവറാണ്, സ്തോത്രം. വേറെ ഒരു കിങ്സ്ലി എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്, ഗോഡ്വിൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ഇവരൊക്കെ ഈ ദേശങ്ങളിലൊക്കെ ഉള്ളവർ തന്നെയാ, സ്തോത്രം. അതിലൊരു സഹോദരൻ റബ്ബർ വെട്ടുന്ന ജോലിയാ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരാൾക്കൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സാധാ ജോലി ചെയ്യുന്ന സഹോദരന്മാരാ. അപ്പൊ ഇവര് പറയാ, ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും. ഓക്കെ, കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നപ്പോ അവരൊരു 10, 15, 20 പേരുള്ള ഒരു കൂട്ടായ്മയില് അവര് ലീഡറായിട്ടിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അവരെന്നെ അവിടെ ശുശ്രൂഷിക്കാൻ വിളിച്ചിട്ടുണ്ട്. 1 കൊല്ലം കൂടെ കഴിഞ്ഞ് എന്നപ്പോൾ അതൊരു 40-50 പേരായിരിക്കുന്നത് കണ്ടു. ദൈവമക്കളെ, കഴിഞ്ഞ വർഷം ചെല്ലുമ്പോൾ ഒരു 70 പേരിലധികമായിരിക്കുന്നത് കണ്ടു. ഈ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ചെന്ന സമയത്ത് അവരുടെ വീടെല്ലാം, സ്തോത്രം, ഒരു ഭിത്തിയൊക്കെ ഇടിച്ച് ആ മുറ്റത്തൊരു ടെന്റൊക്കെ അടിച്ച് ഒരു 100-125 പേരോളം ചേർന്ന് ഇപ്പോൾ ആരാധിക്കുക. സാധാ ജോലി ചെയ്യുന്ന സഹോദരന്മാരാ. ചില രാത്രികൾ പ്രാർത്ഥിച്ചിട്ട് അതുങ്ങൾ കൈവയ്ക്കുമ്പോൾ ദൈവം രോഗികളെ സൗഖ്യമാക്കുക, ഭൂതശക്തികൾ വിട്ടുപോവുകയാ. ചില രാത്രികൾ മുഴങ്കാൽ മടക്കാൻ തയ്യാറാകുക. നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം ചെയ്തു തുടങ്ങും. പ്രത്യാശയുള്ളവർ കരമടിച്ചൊരിക്കൽ കൂടി ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, ഹല്ലേലൂയ. ചില രാത്രികൾ പ്രാർത്ഥിക്കണം. അപ്പൊ 2 കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്പർ 1, അതിരാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്പർ 2, യേശുക്രിസ്തു രാത്രിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്പർ 3, യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ മൂന്നാമത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കുവാനുള്ള ഒരു കാര്യം, സ്തോത്രം, ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 15, 16 വാക്യങ്ങൾ. ലൂക്കോസ് 5-ാം അധ്യായം 15, 16 വാക്യങ്ങൾ വായിച്ചുകൊള്ളൂ. அப்படி இருந்தும் அவருடைய கீர்த்தி அதிகமாக பரம்பிற்று. திரளான ஜனங்கள் அவருடைய உபதேசத்தை கேட்பதற்கு அவராலே தங்கள் பிணிகள் நீங்கி சௌக்கியம் அடைவதற்கும் கூடி வந்தார்கள். அவரோ வனாந்திரத்தில் தனித்து போய் ஜெபம் பண்ணி கொண்டிருந்தார். തനിച്ച് ജപിക്കുമായിരുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം അധികം പരന്നു. വലിയൊരു പുരുഷാരം വചനം കേൾക്കുവാനും വ്യാധികൾക്ക് സൗഖ്യമുണ്ടാകേണ്ടതിനും യേശുവിനെ തിക്കിത്തിരക്കി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ബൈബിള് പറയുക, അവനോ, സ്തോത്രം, വനാന്തരമാണ്, ഒരിടത്തേക്ക് പോയി ജപം പണിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോ എത്ര ലക്ഷം പേര് തന്നെ അനുഗമിച്ചാലും താൻ തനിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു, വേറിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതാണ് യേശുവിന്റെ അടുത്തൊരു പ്രത്യേകത. നമുക്ക് ഇതേ കാര്യം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18-ാമത് വാക്യത്തിൽ കാണാൻ കഴിയുന്നു. വായിച്ചേ, ലൂക്കോസ് 9-ാം അധ്യായം 18-ാമത് വാക്യം. பின்பு அவர் தமது சீஷரோடு கூட தனித்து ஜெபம் பண்ணி கொண்டிருக்கையில், കണ്ടോ, പിൻപ് അവർ ശിഷ്യர்களോട് കൂടെ തനിച്ച്. അപ്പൊ ശിഷ്യர்கள் കൂടെ ഉണ്ടെങ്കിലും യേശു തനിച്ച് ജപിക്കും. അതിൽ മലയാളം ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്, യേശു തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ശിഷ്യന്മാർ കൂടെ ഉണ്ടെങ്കിലും യേശു പ്രാർത്ഥിക്കും. അതാണ് യേശുവിന്റെ പ്രത്യേകത. യേശുവിന്റെ ജയത്തിന്റെ കാരണം അത് തന്നെയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു മനുഷ്യൻ 33,000 കൊല്ലം ജീവിച്ചാൽ ചെയ്തു തീർക്കാൻ കഴിയാത്ത കാര്യം 3.5 കൊല്ലം കൊണ്ട് തീർക്കാൻ കഴിഞ്ഞത് പ്രാർത്ഥന കൊണ്ടാ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മളൊക്കെ പലപ്പോഴും, നമുക്കൊക്കെ തിരക്കുകൾ കൂടുമ്പോൾ മാറ്റിവെക്കാൻ പലപ്പോഴും പ്രാർത്ഥനയേ ഉള്ളൂ.
അതാണ് നമ്മുടെ പരാജയം. നമുക്ക് ഒരു വീട് കയറി താമസത്തിന് പാലുകാച്ചെന്ന് നിങ്ങൾ പറയുന്നതിൽ പോകാതിരിക്കാൻ നമുക്ക് പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരുടെ അത്യാവശ്യ കല്യാണം ഉണ്ടായി, നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ പ്രിയപ്പെട്ടവർ രോഗിയായി ആശുപത്രി കിടക്കുക, ICU-വില്ല, ഓപ്പറേഷൻ ചെയ്ത് കിടക്കുക, നമുക്ക് കാണാൻ പോകാതിരിക്കാൻ പറ്റുമോ? ആമേൻ. നമുക്ക് സ്തോത്രം ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? അത് പാചകം ചെയ്യാതിരിക്കാൻ പറ്റുമോ? സ്തോത്രം നമുക്കിനി ഉറക്കം നഷ്ടപ്പെടുത്താനായി കഴിയുമോ? ജോലിക്ക് പോകാതിരിക്കാൻ കഴിയുമോ? നമുക്കിനി കോളേജിൽ സ്കൂളിലൊക്കെ പോകാതിരിക്കാൻ പറ്റുമോ? ആമേൻ. നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജുകൾ ഫോണിൽ, അത് പിന്നെ നോക്കാതിരിക്കാൻ അയ്യോ എങ്ങനെ സാധിക്കും? ഇവിടെ ഇരിക്കുമ്പോഴും ചിലരുടെ എന്താ ആരൊക്കെ ഞാൻ ഇട്ട സ്റ്റാറ്റസിന് ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് നോക്കിയായിരിക്കും ചിലരൊക്കെ ഇവിടെ ഇരിക്കുന്ന തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയരെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ കാര്യം ഒന്നും മാറ്റിവെക്കാൻ പറ്റില്ല. നമുക്കാകെ മാറ്റിവെക്കാൻ കഴിവുള്ളത് പ്രാർത്ഥനയാ. അത് പിന്നെ ആവട്ടെ, അത് തന്നെയാ നമ്മുടെ പരാജയവും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാ. സ്തോത്രം. ഒരു ദൈവ പൈതലിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോണിനെ ചാർജറുമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇത് എത്ര ലക്ഷം രൂപ വിലയുള്ള ഫോണാന്ന് പറഞ്ഞാലും, എന്തെല്ലാം ഫങ്ഷൻ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞാലും, ആമൻ, മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇതിനെ കറണ്ടുമായി കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സാധനം ചത്തുപോകും. ഇതിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല, അത് നമുക്കറിയാം. അതുകൊണ്ട് പോകുന്നിടത്തൊക്കെ ചാർജറും കൂടെ കൊണ്ടുപോകും യാത്രയൊക്കെ പോകണമെങ്കിൽ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ മൊബൈൽ ഫോണിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എങ്കിലും നമ്മുടെ ആത്മീയ മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ പരാജയം കാണത്തില്ല. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും ഇതിനെ ചാർജിങ്ങിനിടാൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു മനസ്സെങ്കിലും, നമ്മുടെ ആത്മ മനുഷ്യനെ ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിന്റ് ആ പ്രാർത്ഥന. അത് യേശുവിന് അറിയായിരുന്നു. അതുകൊണ്ട് എത്ര ലക്ഷം ജനം തിക്കിത്തിരക്കിയാലും കർത്താവ് വേറിട്ട് പ്രാർത്ഥിക്കും. ശിഷ്യന്മാർ കൂടെ ഇരുന്നാലും കർത്താവ് പ്രാർത്ഥിക്കും. മനസ്സിലാക്കുന്നവർ ഹല്ലേലൂയ പറയാം. ഇനി ഇത് യേശുവിന്റെ ഒരു കട്ടിള കൂടെയാ, അതൊരു കൽപ്പനയായി കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു. നമുക്കതൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ചുകൊള്ളൂ. നീയോ ജപം பண்ணும்போது உன் அறை வீட்டுக்குள் பிரவேசித்து உன் கதவை பூட்டி அந்தரங்கத்தில் இருக்க உன் பிதாவை நோக்கி ஜெபம் பண்ணு. அப்பொழுது அந்தரங்கத்தில் பார்க்கிற உன் பிதா வெளியரங்கமாய் உனக்கு பலன் அளிப்பார். നീയോ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ അറയിൽ കിടക്കണം, വാതിലടയ്ക്കണം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ പേഴ്സണൽ റിലേഷനിലാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. സ്തോത്രം. രഹസ്യത്തിൽ നിങ്ങൾ ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. സ്തോത്രം. ആദ്യം ഈ പപ്പ കുടിയനായിരുന്നുകൊണ്ട് ആദ്യ സമയത്തൊക്കെ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബൈബിൾ കോളേജിലെ ഫീസ് അടയ്ക്കാൻ പോലും ആദ്യ നാളുകളിൽ പറ്റിയിരുന്നില്ല. പിന്നീട് ദൈവ ശുശ്രൂഷയൊക്കെ തന്ന് ആമേൻ സ്തോത്രാഴ്ചയൊക്കെ കിട്ടിയ ശേഷമാണ് ഞാൻ കൊണ്ടുപോയി എന്താ പറയുക കോളേജിൽ അടച്ചു തീർക്കാനുള്ള ഫീസൊക്കെ അടച്ചു തീർത്ത് എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തത്. അത് പല വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം ഞാൻ ആ നാളുകളിൽ എനിക്ക് ഓർമ്മയുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ സ്തോത്രം ഈ തുണി അലക്കാനുള്ള എല്ലാ ദിവസവും നല്ല കേട്ടോ, 1-2 ദിവസങ്ങളിലാണ് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ഞാൻ പറയുക, തുണി അലക്കാനായിട്ട് സോപ്പൊക്കെ തീർന്നു പോകും. അപ്പോ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, തുണി അലക്കുന്ന കല്ലിന്റെ അടുത്ത് എന്ന് നോക്കും. ഈ ഇത്തിരി സാമ്പത്തികമായി കുഴപ്പമൊന്നുമില്ലാത്ത അത്യാവശ്യം കുറച്ച് സെറ്റപ്പൊക്കെ ഉള്ള വീട്ടിലെ പിള്ളേരൊക്കെ ഇതുങ്ങൾ തുണിയൊക്കെ അലക്കി കഴിഞ്ഞേച്ച് ആ സോപ്പിന്റെ സ്തോത്രം ഈ കനം ഇച്ചിരി അങ്ങ് കുറയുമ്പോൾ ഒരു ഇത്തിരി ബ്ലേഡിലേക്ക് വരുമ്പോഴേക്ക് ഇത് ഇവരങ്ങ് തട്ടിക്കളഞ്ഞേച്ച് പുതിയത് മുറിച്ച് അവർ അലക്കും. ഞങ്ങൾ നോക്കിയിരിക്കും ഇത് കിട്ടാൻ. സ്തോത്രം. അവരോട് പറയുമൊന്നുമില്ല, അവർ മാറിക്കഴിയുമ്പോൾ ന്യൂട്രൽ ഇത് എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ കഷ്ണങ്ങൾ കിട്ടുന്നൊക്കെ ഒരു എന്താ പറയുക കൂട്ടിലാക്കി വെക്കും. എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ട് അലക്കിയ നാളുകളൊക്കെ ഉണ്ട്. അപ്പൊ ചില ദിവസങ്ങൾ ചെല്ലുമ്പോൾ അതും കാണത്തില്ല. സ്തോത്രം. ആ സമയം പോയിരുന്ന് പ്രാർത്ഥിക്കും, യേശുപ്പച്ച ദേ സോപ്പ് തീർന്നു പോയി, സ്തോത്രം, അങ്ങല്ലാതെ വേറൊരു വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചേച്ച് ചെല്ലുമ്പോൾ പുതിയ സോപ്പ് മേടിച്ച് ആ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായിട്ടൊക്കെ തോന്നാമെങ്കിലും ആ ചെറിയ കാര്യത്തിൽ പോലും ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചത് കൊണ്ടാ കഴിഞ്ഞ 22 കൊല്ലം നിൽക്കാൻ പറ്റിയത്. കരമുയർത്തി ഹല്ലേലൂയ പറയാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നുണ്ട്, പിറ്റേ ദിവസം അസൈൻമെന്റ് കൊടുക്കണം ബൈബിൾ കോളേജില്. അപ്പോ പ്രിന്റിംഗ് നോട്ട് കയ്യിൽ കാണത്തില്ല. അപ്പൊ കൂടെയുള്ളവരൊക്കെ നല്ല ബിസി ആയിരിക്കും. എല്ലാവരും ഈ അവസാന ദിവസങ്ങളാണല്ലോ എല്ലാം എഴുതി കൊടുക്കാൻ നിൽക്കുന്നത്. അപ്പൊ നേരം അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം, മെയിൻ നോട്ട് കാണത്തില്ല. അപ്പൊ പോയിരുന്ന് പ്രാർത്ഥിക്കാം, അപ്പച്ചാ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പൈസ ഇല്ല, കർത്താവേ അങ്ങ് സഹായിക്കണേ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്,
പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പ്രയർ കഴിഞ്ഞ്, ഇത് സൈലന്റ് ആയിട്ട് നമ്മൾ ദൈവത്തോട് പറയുന്ന, ആരോടും പറയുന്ന കാര്യമല്ല. പ്രാർത്ഥന കഴിഞ്ഞ് മുറി വരുമ്പോ കട്ടിലിനകത്ത് പുതിയ പ്രിന്റിംഗ് നോട്ട് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് ആരാ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. ആരുടെയെങ്കിലും ഉള്ളത്തിൽ ദൈവം പ്രേരിപ്പിച്ച് ചെയ്തതായിരിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. ആമേൻ. ഹൃദയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ വെളിയരംഗമായി ബദൽ തരുന്നൊരു ദൈവമുണ്ട്. കരമേർത്തി ഹല്ലേലൂയ പറയും. ഒരിക്കൽ കൂടെ ആ ഭാഗം ഒന്ന് വായിച്ചേ. സ്തോത്രം. நீயோ ஜெபம் பண்ணும்போது உன் அறை வீட்டுக்குள் பிரவேசித்து உன் கதவை பூட்டி அந்தரங்கத்தில் இருக்கிற உன் பிதாவை நோக்கி ஜெபம் பண்ணு. அப்பொழுது அந்தரங்கத்தில் பார்க்கிற உன் பிதா வெளியரங்கமாய் உனக்கு பலனளிப்பார். കൃപാസനം ചർച്ചിലെ സാധു അയ്യാവോട് കൂടെ ഊഴിയം ചെയ്ത ഒരു ദൈവദാസിയായിരുന്നു നക്ഷത്ര അമ്മച്ചി. ആ അമ്മച്ചി പണ്ടൊക്കെ പ്രാർത്ഥിക്കാൻ കയറിയ ചിലപ്പോ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസമൊക്കെ കഴിഞ്ഞാണ് വെളിയിൽ ഇറങ്ങി വരാറ്. അപ്പോ അവരുടെ തന്നെ ഒരു കൊച്ചുമകൻ എൻ്റെ അടുത്ത് പറഞ്ഞ, ഡോക്ടർ ലിയോ അവർകൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രാവശ്യം നക്ഷത്ര അമ്മ ഇതുപോലെ പ്രാർത്ഥിക്കാനായി ചില ദിവസങ്ങൾ മുറിക്കകത്തിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വെളിയെ ഇറങ്ങി. അപ്പൊ അമ്മ വെളിയെ ഇറങ്ങുമ്പോ കുളിക്കാൻ പോകും. ഇങ്ങനെ എന്താ പറയാ, പണ്ട് കാലത്തൊക്കെ ബാത്റൂംസ് നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ ഒരു ചാക്ക് കൊണ്ടൊക്കെ മറച്ച മറപ്പുരകളായിരുന്നു. അപ്പൊ ഈ മേൽഭാഗം ഓപ്പൺ ആയിരിക്കും. സ്തോത്രം. അപ്പൊ ഈ അമ്മ കുളിക്കാനായി അതിനകത്ത് കയറിയപ്പോഴാണ് സോപ്പില്ല. അപ്പൊ നേരെ അമ്മ ഇങ്ങനെ പറഞ്ഞെന്ന്, യേശുപ്പച്ച നക്ഷത്രയ്ക്ക് ഇല്ല കേട്ടോ, സോപ്പില്ല. പെട്ടെന്നൊരു കാക്കയുടെ ചിറകടി ശബ്ദം കേട്ടു. സ്തോത്രം. കാക്ക കൊണ്ടുവന്ന് എന്തോ ഇട്ടേച്ചങ്ങ് പോയി. സ്തോത്രം. നോക്കിയപ്പോൾ ലെക്സിന്റെ സോപ്പ്. ഇത് നടന്ന കാര്യ. സ്തോത്രം. ഇവിടെ കാഞ്ചിരകോട് ഭാഗത്ത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഏലിയാവിന് സ്തോത്രം അപ്പോ ആയിരുന്നു ആവശ്യം, അപ്പോ ഇറച്ചി. അത് ആമേൻ കാക്ക കൊണ്ടുവന്ന് കൊടുത്തു. നക്ഷത്ര അമ്മയ്ക്ക് സോപ്പായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിലും കർത്താവിന്റെ കൈ കുറുകിയിട്ടൊന്നുമില്ല. സ്തോത്രം. ആമേൻ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവിക്ക് മാന്ദ്യം വന്നിട്ടില്ല. ഇന്ന് രാത്രി വീണ്ടും പറയുന്നു, ഈ ചെറിയ കാര്യങ്ങൾ പോലും ദൈവം അറിയുന്നെങ്കിൽ നീ അനുഭവിക്കുന്ന ചൂളകൾ എത്രയധികം ദൈവത്തിനറിയാം. ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്ത്, ദൈവ പ്രവൃത്തി കാണും. പ്രത്യാശയുള്ളവർ കരമടിച്ച് ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രഹസ്യം അതിനൊരു പാസ്റ്റർമാരൊന്നും വേണമെന്നൊന്നുമില്ല. സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, സാംസൺ കോട്ടൂർ എന്ന് പറയുന്ന ഒരു കർത്തൃദാസനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ പണ്ട് അല്ലപ്രയിൽ ഒരു കൺവെൻഷന് വന്നപ്പോൾ പറഞ്ഞ സാക്ഷ്യം എന്റെ ഓർമ്മയിലുണ്ട്. അവർ ചെറിയ പ്രായത്തിൽ ഫിക്സ് രോഗിയായിരുന്നു. ഈ സഹോദരി നന്നായി പഠിക്കും, കാണാനും നല്ല കൊച്ചാ, പക്ഷേ ഫിക്സ് വരും, നിലത്ത് കിടന്ന് പിടയ്ക്കും, വായിൽ നിന്ന് നുരയും പതയൊക്കെ വരും. അപ്പൊ ഇവര് താക്കോലൊക്കെ പിടിപ്പിക്കും. ഒരു ദിവസം അമ്മ മാത്രം വീട്ടിലുള്ളപ്പോൾ മോൾക്കിത് വന്നു, നിലത്ത് കിടന്ന് പിടയ്ക്കുകയാണ്. സ്തോത്രം. ഇത് കണ്ടപ്പോ അമ്മയുടെ ചങ്ക് പിടഞ്ഞു. അമ്മ താക്കോല് പിടിപ്പിക്കാൻ പോയില്ല. അലറി നിലവിളിച്ച്, ഇവിടെ കൊച്ചു കിടന്ന് പിടച്ചാലും അപ്പുറത്ത് ആമേൻ മറ്റൊരു മുറിയുടെ ഭാഗത്ത് പോയി മുട്ടുകുത്തിയിട്ട്, യേശുവേ ഞാൻ പെറ്റ തള്ളയാ, എനിക്കിത് സഹിക്കാൻ കഴിയത്തില്ല. എന്റെ കുഞ്ഞ് ഈ രോഗത്താൽ ബാധിക്കപ്പെട്ടാൽ എങ്ങനെ അവള് പഠിക്കും? എങ്ങനെ അവൾക്കൊരു ഭാവി ഉണ്ടാകും? ആരവളെ വിവാഹം ചെയ്യും? എന്റെ കർത്താവേ, എന്നെയും അവളെയും സകലരെയും സൃഷ്ടിച്ചത് അവിടുന്നല്ലേ? ഞാൻ അവളെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചാൽ ഇനിയും അവൾക്ക് ഈ രോഗം വരും. അങ്ങൊന്ന് കൈപിടിച്ചാൽ അവൾക്ക് പിന്നീട് ഈ അസുഖം വരത്തില്ല. യേശു കർത്താവേ, ഇതിനെനിക്കൊരു മറുപടി തരണം. അങ്ങ് ഇതിന് മറുപടി തരാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ല. ഇന്ന് രാത്രി ഈ സമയം അവളെ അങ്ങ് തൊടുന്നില്ല എങ്കിൽ അവളുടെ പ്രാണനെ നീ വിളിക്ക്, എനിക്കിത് കാണാൻ വയ്യ എന്ന് പറഞ്ഞ അമ്മ അലറി നിലവിളിച്ചോണ്ടിരിക്കുമ്പോ ഈ അമ്മയുടെ തോളത്ത് വന്ന ഒരാൾ തട്ടി. അമ്മ കണ്ണു തുറന്നു നോക്കിയപ്പോ ഈ മകള് തന്നെയാ. സ്തോത്രം. ഉടനെ അമ്മ ചോദിച്ചു, കുഞ്ഞേ നിന്നെ ആരാ പിടിച്ചെഴുന്നേൽപ്പിച്ചേ? അപ്പൊ മോള് പറഞ്ഞ മറുപടി, അമ്മേ ഇന്ന് ഫിക്സ് വന്ന് ഞാൻ കിടന്ന് പിടയ്ക്കുമ്പോൾ പെട്ടെന്നൊരു വെളിച്ചം എന്റെ മേലേക്ക് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ബൈബിളിൽ നിരവധി വാക്യമുണ്ട് അതിനൊക്കെ. സ്തോത്രം. ആ വെളിച്ചം ഒന്ന് ഇറങ്ങി വന്നപ്പോഴാ ശൗല് പൗലോസ് ആയത്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ആ വെളിച്ചം കാരാഗ്രഹത്തിൽ ഇറങ്ങിയപ്പോഴാ പത്രോസിനെ പൂട്ടിയ ചങ്ങലകളൊക്കെ അഴിഞ്ഞു പോയത്. ആ തേജസ് യോഹന്നാൻ കണ്ടപ്പോഴാ വെളിപ്പാട് പുസ്തകം ഉണ്ടാകുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറയാം.
അപ്പൊ ഈ മോള് പറയുക, ഒരു വെളിച്ചം എന്റെ മേലേക്ക് ഇറങ്ങി വന്നു അമ്മ. സ്തോത്രം. വെളിച്ചത്തിൻ മധ്യത്തിൽ ഒരു കരം ഞാൻ കണ്ടു. സ്തോത്രം. ആ കൈ എന്നെ തൊട്ടു. മോളെ, എഴുന്നേറ്റ് കൊള്ളുക, ഇനി നിനക്ക് ഈ രോഗം വരികയില്ല. സ്തോത്രം. ഒരു ശബ്ദം ഞാൻ കേട്ടു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ ഒരു 35-40 കൊല്ലത്തിന് മേലെങ്കിലും ആയിട്ടുണ്ട്. സ്തോത്രം. ആമൻ. അതിനുശേഷം ആ സഹോദരി ആമൻ പഠിച്ചു. ആമൻ. ആ സഹോദരി വളർന്നു. സ്തോത്ര. സാംസൺ കോട്ടൂർ എന്ന് പറയുന്ന ദൈവദാസനെ വിവാഹം ചെയ്തു. 2 അനുഗ്രഹിക്കപ്പെട്ട മക്കളെ അവർക്ക് ദൈവം കൊടുത്തു. ഇന്ന് അവർ കുടുംബമായി 100 കണക്കിന് പേരുള്ള ഒരു സഭയിൽ കർത്താവിന്റെ വേല ചെയ്യുക, എറണാകുളം ഭാഗത്ത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചതല്ല, ഒരു പെറ്റ തള്ള തനിച്ചു പോയിരുന്ന അപ്പ എന്ന് വിളിച്ചപ്പോ ദൈവം ഇറങ്ങി വന്നെങ്കിൽ അതാ വായിച്ചേ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യത്തിൽ അറയിൽ കിടക്ക്, വാതിലടക്ക്, രഹസ്യത്തിലുള്ള പിതാവിനോട് പറ, അവൻ പ്രതിഫലം തരും. പ്രത്യാശയുള്ളവർ 2 കരവും അടിച്ചു ദൈവത്തിന് അല്പസമയം ഒന്ന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ക്രിയ ചെയ്യുന്ന ഒരു ദൈവം. സ്തോത്രം. ഈ ദൈവത്തെ ആമേൻ എല്ലാവരും അറിയണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മൈക്കൊക്കെ വെച്ച് നാട് മുഴുവൻ സ്പീക്കറും കെട്ടി ഇത് വിളിച്ചു പറയുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറയാ. ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന പഠിക്കുമ്പോൾ കർത്താവ് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. 4ാമത് യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം തന്നെ 12-13 ചേർത്ത് വായിച്ചുകൊള്ളൂ. ലൂക്കോസ് 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അന്നാட்களிலே அவர் ஜெபம் பண்ணும்படி ஒரு மலையின் மேல் ஏறி ராமுழுதும் தேவனை நோக்கி ஜெபம் பண்ணி கொண்டிருந்தார். பொழுது விழிந்த போது அவர் தம்முடைய சீசர்களை வரவழைத்து அவர்களில் 12 பேரை தெரிந்து கொண்டு அவர்களுக்கு அப்போஸ்தலர் என்று பெயரிட்டார். ഓക്കേ, സ്തോത്രം. ദൈവകുഞ്ഞുങ്ങളെ, ആ നാൾക്കളിൽ യേശു പ്രാർത്ഥിക്കേണ്ടതിന് മലയിൽ കയറി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് 12 പേരെ തെരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. എനിക്ക് ഈ ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലായത്, യേശു ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവ് അതിരാവിലെ എഴുന്നേറ്റ് മുഖവും കഴുകി ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കുടിച്ചേച്ച്, മത്തായിയെ, ഇന്നു മുതൽ നീ എന്റെ ശിഷ്യനായിക്കോ. സ്തോത്രം. അന്ത്രയോസേ, ബർത്തിമായിയെ, എന്നെ അനുഗമിച്ചോ. തോമാസേ, സ്തോത്രം, ആമൻ, തദ്ദായിയുടെ മകനെ, നീ എന്റെ പിറകെ പോരെ. യാക്കോബേ, ഇന്നു മുതൽ എന്റെ ശിഷ്യന്മാരായി കൂടെ നടന്നു എന്ന് പറഞ്ഞ് 12 പേരെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടാണ് നേരം വെളുത്തപ്പോൾ 12 പേരെ തെരഞ്ഞെടുത്തേ. അതുകൊണ്ട് ഒരു കാര്യം വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം, യേശു കർത്താവിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവര് ലക്ഷക്കണക്കിന് പേരുണ്ട്. യേശു കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കിയും രോഗികൾക്ക് സൗഖ്യം കൊടുത്തും ആമൻ ജീവിതങ്ങളിൽ വിടുതൽ കൊടുത്തത് ലക്ഷക്കണക്കിന് പേരുണ്ടെങ്കിലും താൻ തിരഞ്ഞെടുത്ത 12 പേരെ ഉപയോഗിച്ച സുവിശേഷത്തിന്റെ വിത്ത് അവസാനം കർത്താവ് ഈ ഭൂമിയിൽ വിതച്ചത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ ആമൻ പുതിയ സിയോനിൽ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്ക് വെളിപ്പെടുത്തുന്ന വിശേഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണേ, പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്താൽ പരാജയം വരികയില്ല, അത് അന്ത്യം വരെയും നിൽക്കും. മനസ്സിലാക്കുന്നവർ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. ചിലരുടെ ഉള്ളിലെങ്കിലും ഒരു ഡൗട്ട് ഉദിക്കാം, യൂദയെ അപ്പൊ എന്തുകൊണ്ടാ ആമേൻ കർത്താവിനെ പ്രാർത്ഥിച്ചിട്ട് മനസ്സിലായില്ലേ? അത് ഓൾറെഡി തെരഞ്ഞെടുത്തപ്പോഴേ എഴുതിയിട്ടുണ്ട്, യേശുവിനെ ഒറ്റ കൊടുത്ത ഊതാന്ന്. അത് ദൈവത്തിന് നേരത്തെ അറിയാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്താൽ പരാജയം വരികയില്ല. അത് നിങ്ങളൊരു വീട് തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ, ഒരു വസ്തു തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ, പ്രിയപ്പെട്ടവരെ ഒരു വാഹനം മേടിക്കുമ്പോഴാകട്ടെ, പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ എന്താ പഠിക്കാനായിട്ടൊരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ, വെളിനാട്ടിലേക്ക് പോകേണ്ട രാജ്യം തിരഞ്ഞെടുക്കുമ്പോഴാകട്ടെ, സ്തോത്രം, എല്ലാത്തിലും ഉപരി ഒരു തുണയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ബാക്കിയൊക്കെ പിന്നെ പോട്ടേന്ന് വെക്കാം. ഒരു വീട് പോയ വേറെ ഒരെണ്ണം മേടിക്കാം, ഒരു ലാൻഡ് പോയ വേറെ. പക്ഷെ ബൈബിൾ പ്രകാരം ദൈവം നമുക്ക് നൽകുന്ന തക്ക തുണ ഒന്നേ ഉള്ളൂ. കരമേർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ അതുകൊണ്ട് സ്തോത്രം, ഇന്ന് കാലഘട്ടങ്ങളൊക്കെ മാറിയപ്പോൾ അതൊക്കെ ആളുകൾ മാറ്റി തുടങ്ങി. എന്നാലും ദൈവകുഞ്ഞുങ്ങളെ, ഒരു തുണയെ ദൈവഹിത പ്രകാരം തിരഞ്ഞെടുക്കാമെങ്കിൽ നിനക്കത് മാറ്റേണ്ടി വരില്ല, അത് അന്ത്യം വരെയും നിലകൊള്ളും. സന്തോഷമുള്ളവർ കരമേർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ അതിനുവേണ്ടി ചെയ്യേണ്ടത്
ഏതെങ്കിലും കുറെ പാസ്റ്റേഴ്സിനെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുകയല്ല, നീ മുട്ടുകുത്തണം. ഹല്ലേലൂയ. അവിടെയാണ് ഇന്ന് പലർക്കും പറ്റിയ മറ്റൊരു പരാജയവും. സ്തോത്രം. ഒന്നെങ്കിൽ അമ്മയോട് പ്രാർത്ഥിക്കാൻ പറയും, ഇല്ലെങ്കിൽ പപ്പയോട് പ്രാർത്ഥിക്കാൻ പറയും, ഇല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റേഴ്സിനെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കും. അവരാരും പ്രാർത്ഥിക്കണ്ട എന്നല്ല പറയുന്നത്. സ്തോത്രം. നാം വ്യക്തിപരമായി മുട്ടുകുത്തിയാലേ അവരുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം നമുക്കും കിട്ടത്തുള്ളൂ. സ്തോത്രം. അതിന് ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. എനിക്ക് വിശന്നിട്ട് എൻ്റെ മമ്മി എനിക്ക് പകരം ഭക്ഷണം കഴിച്ച, എൻ്റെ അമ്മ എനിക്ക് പകരം ആഹാരം കഴിച്ച എൻ്റെ വിശപ്പ് മാറത്തില്ലല്ലോ. അയ്യോ എൻ്റെ പൊന്നു മോനല്ലേ. ഇപ്പം ഞാൻ രോഗിയായി കിടക്കുക. അപ്പം എൻ്റെ പപ്പ ചിന്തിക്കുക, അയ്യോ കൊച്ചിന് ഒന്നാമത് വയ്യ, ഇനി അതിൻ്റെ കൂടെ ഈ മരുന്നും കൂടെ കഴിക്കണ്ട, അവന് പകരം ഞാൻ അങ്ങ് കഴിച്ചേക്കാം എന്ന് വെച്ചാൽ എൻ്റെ രോഗം മാറും. അപ്പം നിങ്ങൾക്കറിയണം, എനിക്ക് വിശന്നാൽ ഞാൻ തന്നെ കഴിച്ചേയാകൂ, എനിക്ക് ദാഹിച്ചാൽ ഞാൻ തന്നെ കുടിച്ചേയാകൂ. എനിക്ക് രോഗം വന്നാൽ എൻ്റെ ശരീരത്തിൽ തന്നെ മരുന്ന് ചെല്ലണം. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പകരം വെപ്പില്ല. നീ മുട്ടുകുത്തേണ്ടടുത്ത് നീ തന്നെ കുത്തണം. മനസ്സിലായവർ ശക്തിയോടെ ഹല്ലേലൂയ പറയാം. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. அந்நாட்களிலே அவர் ஜெபம் பண்ணும்படி ஒரு மலையின் மேல் ஏறி ராமுழுதும் தேவனை நோக்கி ஜெபம் பண்ணி கொண்டிருந்தார். பொழுது விடிந்த போது அவர் தம்முடைய சீசர்களை வரவழைத்து அவர்களில் 12 பேரை தெரிந்து கொண்டு அவர்களுக்கு அப்போஸ்தலர் என்று பெயரிட்டார். നേരം വെളുത്തപ്പോ ശിഷ്യന്മാരിൽ 12 പേരെ തെരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാർ എന്ന് പേരിട്ടു. അപ്പൊ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കും. ബൈബിൾ നിങ്ങൾ പഠിച്ചാൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഇഷ്ടം പോലെ പേരുണ്ട്. പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത ഭക്തനാണ് ദാനിയേൽ. അതുകൊണ്ടാണ് സിംഹക്കൂട് വന്നിട്ടും കർത്താവ് ഇറങ്ങി സിംഹത്തിന്റെ വായ അടച്ചു കളഞ്ഞത്. പ്രാർത്ഥിക്കാതെ തെരഞ്ഞെടുത്ത മനുഷ്യനായ യോന. അതുകൊണ്ട് ആ പോയ വഴിയിൽ കടലാനയുടെ വയറ്റിൽ ചെന്ന് ചാടിയത്. സ്തോത്രം. പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത ഭക്തന്മാരാണ് ശാദ്രക്, മേശക്, അബേദ്നെഗോ. തീച്ചൂളയിൽ ഇട്ടിട്ടും ദൈവം ഇറങ്ങി ചൂളയുടെ ബലം കെടുത്തി പുറത്തു കൊണ്ടുവന്നു. പ്രാർത്ഥിക്കാതെ പോയ മനുഷ്യനാ ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ. അതുകൊണ്ട് രാജത്വം പോയി, ദാവീദ് രാജാവായി. അനവധി കാര്യങ്ങളുണ്ട് ബൈബിളിൽ. ഞാനെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് അത് എടുക്കുന്നില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കി പോണം. പോയാൽ മാത്രം പോലെ പ്രാർത്ഥിച്ച് തുടങ്ങണം. ശക്തിയോടെ ഹല്ലേലൂയ പറയാ. സ്തോത്രം. അതിനു വേണ്ടിയാണ് നിങ്ങളോട് ഇത് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തോറ്റു പോകത്തില്ല എന്ന് പറയേണ്ടതിന് 2008 എൻ്റെ ഓർമ്മ. 2007-8 കാലത്താ. അന്ന് ഞങ്ങൾ തിരുവല്ലയില് കർത്താവിന്റെ വേല ചെയ്യുന്ന സമയം റജി എന്ന് പറയുന്ന ഒരു ബ്രദറ് നമ്മുടെ ടെന്റില് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. അയാള് ഹിമാചൽ പ്രദേശില് അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നു. ജോലി എന്തോ കാരണത്താൽ നഷ്ടപ്പെട്ടു പോയി. നാട്ടിൽ വന്നു. അദ്ദേഹം ടെന്റിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ വിഷയം ഒരു ജോലി കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ പ്രാർത്ഥന നടക്കുന്നു, ആരാധന നടക്കുന്നു. അദ്ദേഹം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ആ ദിവസങ്ങളിൽ ഒരു അപ്പോയിന്റ്മെന്റ് അദ്ദേഹത്തിന് കിട്ടുകയാണ് ഗവൺമെന്റിൽ നിന്ന്. മൂഴിയാർ പവർ ഹൗസിൽ ജനറേറ്റർ ഓപ്പറേറ്റർ ആയിട്ട് ഗവൺമെന്റ് സെക്ടറിൽ ഒരു ജോലി കിട്ടി അയാൾക്ക്. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. കാരണം ജനറേറ്റർ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക, അത് സമയത്ത് ചെയ്താൽ മതി. വലിയ ജോലി തിരക്കൊന്നുമില്ല. ആജീവനാന്ത കാലം ഇനി അദ്ദേഹത്തിന് പെൻഷനും ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ട്, നല്ല ശമ്പളമുണ്ട്. ഭയങ്കര സന്തോഷമായി. അയാൾ നേരെ ടെന്റിൽ വന്നു അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ട്. പ്രാർത്ഥിച്ച ദൈവത്തിന് ഒരു വാക്ക് നന്ദി പറയണമല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചതിന് മറുപടിയാ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഞങ്ങളുടെ ദൈവദാസന്റെ കയ്യിൽ ഏൽപ്പിച്ചു, പാസ്റ്റർ അജയുടെ. അദ്ദേഹം അത് കരങ്ങളിൽ എടുത്തിട്ട്, കർത്താവേ, ഈ സഹോദരൻ അങ്ങ് കൊടുത്ത നല്ല ജോലിക്കായി നന്ദി കേട്ടോ എന്ന് പറയുമ്പോ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ തുടങ്ങി. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം 29-ാം വാക്യത്തിലുണ്ട്, പ്രാർത്ഥിക്കുന്ന ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്ന്. ഇല്ലേ? അത് ആ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തലപ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം. അപ്പോൾ ആവിയാനവർ നീ പോയി அந்த രഥത്തുടനെ சேர்ந்து கொள் என்று பிலிப்புடனே சொன்னார். കണ്ടോ? അപ്പൊ ആവിയാനവർ ഫിലിപ്പിനോട് ചൊല്ലി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ക്ലിയറാ, പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. വിശ്വാസമുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ, ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന. സ്തോത്രം. അപ്പോൾ ദൈവാവിയാണവർ പേസും. ദൈവമക്കളെ, പാസ്റ്റർ അജയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുക.
ഈ ജോലി ഞാൻ കൊടുത്തതല്ല. റജിയോട് പറ, ഇതിന് പിൻപിൽ ഒരു അപകടമുണ്ട്, ഞാൻ മറ്റൊരു വഴി അവന് തുറക്കാം, ഇതിൽ പോകരുത്. സ്തോത്രം. ഈ ദൈവ ശബ്ദം കർത്താവിന്റെ ദാസൻ റജി ബ്രദറിനോട് അറിയിച്ചു. അയാൾക്ക് നിരാശയുണ്ടായി. അയാൾ മീറ്റിംഗ് കഴിഞ്ഞ് അവിടുന്ന് സങ്കടത്തോടെ പോയി. ഒരു വേള പ്രാർത്ഥിക്കാതെ പോയാ മതി എന്നുകൂടെ ആ മനുഷ്യൻ ചിന്തിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീട്ടിൽ ചെന്ന് വളരെ ആലോചിച്ചു, തന്റെ പ്രിയപ്പെട്ടവരുമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം അവർ ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. എന്തായാലും ദൈവം വേണ്ടെന്ന് പറഞ്ഞതിന് ഇനി നമ്മൾ പോകണ്ട. സ്തോത്രം. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ടത് കൊണ്ട് ആ മനുഷ്യൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. അവിടെ നിന്ന് അദ്ദേഹം പറഞ്ഞ ഓർമ്മ വെച്ചിട്ട് ഒരു 6 കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലത്തുള്ള ഒരു സഹോദരൻ ആ ജോലി കിട്ടി. അദ്ദേഹം ഇതുപോലെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പോകാതെ ആയപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി കിട്ടി. അയാൾ ലോട്ടറി അടിച്ച സന്തോഷത്തോടെയാണ് ആ ജോലിക്ക് പോയത്. 1-2 ആഴ്ചകൾ കഴിഞ്ഞു. അപ്പൊ ഈ റജി ബ്രദറിന് ഈ ജോലി കിട്ടിയ ആളെ അറിയാം. റജി ബ്രദറിന് വലിയ നിരാശയാണ്. ദൈവമേ, എന്റെ കയ്യിൽ വന്ന നന്മയെ ഞാൻ തട്ടിക്കളഞ്ഞല്ലോ, എന്തൊരു ചതിയാണ് അങ്ങനോട് ചെയ്തത്. സ്തോത്രം. അവൻ എന്ത് സന്തോഷത്തോടെയാണ് പോയിട്ട് വരുന്നത്. അപകടമാണെന്ന് പറഞ്ഞ് ഞാൻ ഒന്നുമില്ലാത്തവനായി ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട് മാനുഷിക രീതിയിൽ. എന്നാൽ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ ഒരു വാർത്ത വരികയാണ്. സ്തോത്രം. മൂഴിയാർ പവർ ഹൗസിൽ ജനറേറ്റർ പൊട്ടിത്തെറിച്ചു, വെടിച്ചു. സ്തോത്രം. ആ സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവർക്ക് ശരീരത്തിൽ മാരകമായ പൊള്ളലേറ്റു. സ്തോത്രം. നിങ്ങൾക്കറിയോ, പകരം ജോലി കിട്ടിയ ആ സഹോദരന്റെ ഷിഫ്റ്റിലാണ് അത് നടന്നത്. ശരീരത്തിൽ തീപാറി എരിഞ്ഞ് ആ സഹോദരൻ തകർന്നവനായി വീട്ടിൽ വന്നിരിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, മരണ വെല്ലുവിളി ആ കുടുംബത്തെ വേദന കൊണ്ട് നിറച്ചപ്പോ റജി ബ്രദർ അലറിക്കരഞ്ഞ് ചർച്ചിൽ വന്ന് കർത്താവിനെ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, എനിക്ക് കിട്ടിയതായിരുന്നു ആ ജോലി, ഞാനായിരുന്നു എരിഞ്ഞു തീരേണ്ടത്. ദൈവം വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളായി ദൈവത്തോട് പിറുപിറുക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രം ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവകുഞ്ഞേ, പ്രാർത്ഥിച്ച് നീ ഒരു തെരഞ്ഞെടുപ്പ് നടത്താമെങ്കിൽ ആദ്യം കയ്പാണെങ്കിലും പിന്നീട് അത് മധുരമാകും. അതുകൊണ്ട് പണ്ട് മുട്ടൻ ഗീവർഗീസ് എന്ന് പറയുന്ന ഒരു കർത്തൃദാസനുണ്ട്. അദ്ദേഹം പാട്ട് പാടിയ സമയത്ത് ഇങ്ങനെ പാടിയിട്ടുണ്ട്: കയ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നാടം നേടണം, ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ, സ്വർപ്പൂരം നീയണയും വാരെയും ആഴലേറും ജീവിത നീ തളരുകയോ ഇനി സഹജേ, ആഴലേറും നീ തളരുകയോ ഇനി സഹജേ, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ, കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക, ആഴലേറും ജീവിത നീ തളരുകയോ ഇനി സഹജേ. നമ്മുടെ കരവ ശബ്ദമുയർത്തി ഹല്ലേലൂയ. കയ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും കർത്താവ് പറയുന്ന കൽപ്പന വിട്ട് മാറാതിരുന്നാൽ, ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ നിന്റെ കയ്പുകളെ ദൈവം മധുരമാക്കും. വിശ്വാസമുള്ളവർ കരമടിച്ച് പ്രാർത്ഥിച്ച് തെരഞ്ഞെടുപ്പ് നടത്ത്. ഈ പ്രമാണത്തിനനുസരിച്ച് ജീവിക്ക്. ഛേദം വന്നാലും ദൈവത്തെ വിട്ട് മാറാതിരിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാന് കർത്താവിന്റെ വേലയിൽ 15ാമത് വയസ്സിൽ ഇറങ്ങി തിരിച്ചപ്പോ എന്നെ ബലപ്പെടുത്തിയ ഒരു ചില വാക്യങ്ങളുണ്ട്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിറകോട്ട് നോക്കരുത്. അവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. 5 വർഷം ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ആയി കടന്നുപോയെങ്കിലും ആ കാലഘട്ടത്തിൽ എന്നോട് ചേർന്ന് ദൈവവേല ചെയ്ത ചില പ്രിയപ്പെട്ടവർ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നപ്പോൾ ഇട്ടിട്ട് പോയി. ഞങ്ങൾ ചേർന്ന് നിന്ന് വിളിച്ചു, അപ്പന്റെ വേലയല്ലേ, നമുക്ക് സ്വർഗത്തിലെങ്കിലും ഓഹരി ഉണ്ടാകും. കരമുയർത്തി ഹല്ലേലൂയ പറയാം. പക്ഷേ ഇല്ല, അവര് പോയി. കോൾ സെന്ററിലെ ജോലിക്ക് ചിലര് തട്ടുകട നടത്താൻ, മറ്റു ചിലർ അങ്ങനെ മറ്റു പല പരിപാടികൾക്കുമായി തിരിഞ്ഞുപോയി. ലോകത്തെ, പണത്തെ, കാര്യങ്ങളെ സ്നേഹിച്ച് ഞാന് ആമേൻ സ്തോത്രം, ജോലി ചെയ്യുന്നത് തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത്. ജോലിയോട് കൂടെ ദൈവവേല ചെയ്യുന്ന ലക്ഷക്കണക്കിന് പേരുണ്ട്. ആമേൻ, അതും നന്മയാണ്. പക്ഷേ പൂർണ്ണമായും ദൈവത്തിന്റെ വേലയ്ക്ക് ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് ഇടംവല തിരിയരുത്. ഇപ്പൊ ഇത്രയൊക്കെ സിസ്റ്റം വർദ്ധിച്ചില്ലേ? ഈ കർത്തൃദാസന്മാരൊക്കെ ഇറങ്ങി തിരിച്ച കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ഇവരെ ദൈവം നിർത്തിയെങ്കിൽ പിന്നെ ഇന്ന് നിർത്തത്തില്ലേ? കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം, സ്തോത്രം. പക്ഷേ ആ പോയവരൊക്കെ ഈ നാളുകളിൽ ഞാൻ അവരെയൊക്കെ പല സ്ഥലങ്ങളിൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ കണ്ടുമുട്ടാറുണ്ട്. ചില പ്രിയപ്പെട്ടവർ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് കരയും, ദൈവദാസനെ, നമ്മൾ ഒരുമിച്ച് ഇറങ്ങി തിരിച്ചവരല്ലേ വേലയില്, എന്നാൽ ഞങ്ങള് പണത്തെയും ലോകത്തെയും സ്നേഹിച്ചു പോയി. അവസാനം അതും ഉണ്ടായില്ല, ഒന്നുമില്ലാതെയായി, സ്വസ്ഥത നഷ്ടപ്പെട്ടു. ചിലർക്ക് പൈസ ഉണ്ടായി, പക്ഷെ കുടുംബജീവിതങ്ങൾ തകർന്നു പോയി. ചില പ്രിയപ്പെട്ടവർക്ക് പൈസ ഉണ്ടായില്ല, കുടുംബജീവിതം എല്ലാം തകർന്നു പോയി. ആമൻ. അപ്പോൾ അവര് പലരും അലറിക്കരയും. അവരിൽ ചിലര് മടങ്ങി വന്നിട്ടുണ്ട് ഇപ്പോ. പക്ഷെ ഇപ്പൊ ഒന്നേന്ന് തുടങ്ങേണ്ട വിധമായി. കരമുയർത്തി ഹല്ലേലൂയ പറയും. എന്നാൽ ആ നാളിൽ ഞങ്ങൾ ഒന്നും നോക്കാതെ നിന്നു. സ്തോത്രം. കർത്താവിന്റെ ദയയാൽ ഇന്ന് സകലതും ദൈവം കരുതുകയും ചെയ്തു. വീടും വാഹനങ്ങളും നന്മകൾ എല്ലാവരും ഇതിനൊക്കെ വേണ്ടിയല്ലേ പോണേ, അതൊക്കെ പിറകെ വരും. മുമ്പ് കർത്താവിന്റെ ദാസൻ ആദ്യമേ ഒരു വാക്യം വായിച്ചു, മുതലാമത് ദേവനുടെ രാജ്യത്തെയും നീതിയെയും തേടുങ്ങൾ. ആ രാജ്യവും നീതിയായി വിശുദ്ധ ബൈബിൾ. ഇത് വായിച്ച് നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെങ്കിൽ ഈ വചനത്തിന്റെ നീതി നിന്നെ നടത്തും. മുതലാമത് ദേവനുടെ നീതിയെ തേടാമോ, പിറകെ ഒക്കെ ദൈവം കരുതിക്കൊള്ളും. അതിന് ബൈബിൾ പറയുന്നത്, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും കൊടുക്കുന്ന ദൈവം നിനക്കുള്ളത് കരുതാതിരിക്കും. ഇന്ന് രാത്രി ഈ വചനം ഞാൻ ഇവിടെ നിർത്തുക. ഇപ്പൊ സമയം 9:20 1-ാം ദിവസമല്ലേ, ഇന്നേ വലിച്ചു നീട്ടിക്കൊണ്ട് പോണില്ല, നാളെയും മരണമല്ലോ. കരമുയർത്തി ഹല്ലേലൂയ പറയാ, സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ബാക്കി നമ്മള് നാളെ പഠിക്കുന്നതായിരിക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവം എന്നോടാ ഇടപെടുന്നത്? മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയാം. 4 കാര്യമാ പഠിച്ചത്. നമ്പർ 1, അതിരാവിലെ പ്രാർത്ഥിക്കണം. നമ്പർ 2, എന്നതാ പഠിച്ചേ? മുഴുരാത്രി പ്രാർത്ഥിക്കണം. നമ്പർ 3, രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. നമ്പർ 4, തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രാർത്ഥിക്കണം. മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയും. എത്രയോ വേദനകളുടെ നടുവിൽ ഇരിക്കുന്നവരെ നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ എനിക്കത് മനസ്സിലാകുന്നു. പല കണ്ണുനീര്, പല ദുരിതങ്ങൾ, പല വേദനകൾ. ഈ കണ്ണാടി വെച്ച് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആന്റി, സ്തോത്രം, കർത്താവ് നിങ്ങളുടെ വേദനകൾ അറിയുന്നുണ്ടോ? ഈ വെള്ളം ഇങ്ങനെ ചുഴി ചുറ്റി കറങ്ങത്തില്ലേ? സ്തോത്രം. ദേ ഇവിടെ ഈ കണ്ണാടി വെച്ച് നിങ്ങൾ തന്നെ പച്ച സാരി കൊടുത്തിട്ട് കയ്യൊന്ന് പൊക്കി, ഇനി ആള് മാറിപ്പോണ്ട. അത് തന്നെ, നിങ്ങൾ തന്നെ. സ്തോത്രം. ഈ വെള്ളം ഇങ്ങനെ ചുഴി ചുറ്റി കറങ്ങത്തില്ലേ? ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണുക. ഒരു സ്വസ്ഥതയില്ലാതെ ജീവിതത്തിൽ കിടന്ന് കറങ്ങുന്നൊരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുക. വിഷമിക്കണ്ട. കറങ്ങുന്ന ജലാശയത്തിലും പത്രോസിനെ കൈപിടിച്ചവനാ ദൈവം. സ്തോത്രം. അതുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. ദൈവം നിന്റെ കറക്കത്തിന് നടുവിൽ കൈപിടിച്ച് നിന്നെ കരയ്ക്ക് കൊണ്ടുവരും. മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയും. ഇവിടെ ഈ ഫ്രണ്ടില് കണ്ണാടി വെച്ച ആ പ്രിയ സഹോദരൻ, താടി വെച്ച അച്ഛൻ, കൈവക്കിയ ആളും നിങ്ങൾ തന്നെ. സ്തോത്രം. ദിബൽ ഖമസ്യ ഘടകനബലം. ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ദൈവം ഒരു വിഷൻ കാണിക്കുന്നതേ, ഒരു പ്രാവ് ഇങ്ങനെ സ്തോത്രം ചിറകടിച്ച് പറക്കുക. എത്ര പറഞ്ഞിട്ടും അതിന് ഉയരാൻ പറ്റുന്നില്ല, അത് പൊങ്ങുന്നില്ല. ആ റേഞ്ചിൽ തന്നെ അതങ്ങനെ നിൽക്കുക. അപ്പം എനിക്കൊരു കാര്യം വിവേചിക്കാൻ കഴിഞ്ഞു. സ്തോത്രം. ധാരാളം കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിനേറ്റൊരു ഉയർച്ചയിലേക്ക് വരാൻ നിങ്ങളുടെ ജീവിതത്തിലും സാധിച്ചിട്ടില്ല. ഒരുപാട് തകർച്ചകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ബൈബിളിലെ വാക്യം, ബാലിക്കാർ ക്ഷീണിച്ചു തളരും, യൗവനക്കാർ ഇടറും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. മച്ചായ, ഇന്ന് ദൈവാത്മാവ് ഇടപെട്ടതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവം ചെയ്തുകൊള്ളും. ഹല്ലേലൂയ. ഈ നാളുകളിൽ പ്രാർത്ഥനയിൽ മുട്ടുകുത്തിക്കോ. നിന്റെ ജീവിതത്തിൽ വന്നത് മുഴുവൻ നന്മയ്ക്കെന്ന് കർത്താവ് തെളിയിക്കുന്ന ദിവസങ്ങൾ വരും. പ്രത്യാശയുള്ളവർ കരമടിച്ച് നല്ല ദൈവത്തിന് മഹത്വം കൊടുത്തു.
റിബൽ ഖമസി അന്തൽ ഖമാന ബലബ യേശുവിന്റെ മഹത്വം ഹല്ലേലൂയ